ലോകത്തെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ സ്ഥിതി ചെയ്യുന്ന സുന്ദർബാൻസിലേക്കാണ്, പശ്ചിമ ബംഗാളിലെ സുന്ദർബാൻസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഏവർക്കും സ്വാഗതം. കൊൽക്കത്തയിൽ നിന്ന് 3 മണിക്കൂർ സഞ്ചരിച്ചാണ് ഈ സുന്ദർബാൻ്റെ ഈ ജെട്ടിയിലെത്തുന്നത്. ഇവിടെ വന്നിട്ട് പിന്നീട് ഇവരുടെ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു 1 ഡേ ട്രിപ്പിനാണ് വന്നിരിക്കുന്നത്. 2 ദിവസത്തെ ട്രിപ്പും ഉണ്ട്. ഏതായാലും ഇന്ന് 1 ഡേ ട്രിപ്പിൽ ഇത് പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നന്ദി. ബോട്ടിലെ ഗൈഡ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നാം ഇതാ സുന്ദർബാൻസിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്കുള്ള യാത്രയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേയുള്ള ചെറിയ ഷോർട്ട് ട്രിപ്പ്. ഇത് সজনেখালি ওয়াইল্ড লাইফ স্যাংচুয়ারিলেকার রিজার্ভ থেকে আমি নমস্কার জানাচ্ছি। সুন্দরবন টাইগার রিজার্ভ থেকে আসার জন্য স্বাগতও জানাচ্ছি। সাথে সাথে আমার নাম হচ্ছে সুন্দরবন ভাস্বতী സർക്കാർ। भी मैनग्रोव है काकड़ा, इसका साइंटिफिक नेम है, बॉटनी नेम है ब्रूगोएरा जिम्नोराइजा। हाँ, ഇതാ ഇവിടുത്തെ ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ ഈ ഭാഗം ബംഗ്ലാദേശിൻ്റെതാണ്. അതായത് 26,000 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഫോറസ്റ്റ് ഉള്ളത്. അതായത് സുന്ദർബാൻ ഒരു മുതല, നമ്മുടെ ഈ ഉപ്പുവെള്ളത്തിലുള്ള മുതല ഇവിടെ മാത്രം കാണുന്ന പ്രത്യേകതയാണ്. അപ്പോൾ മുതലയെ അവിടെ കാണാതെ മറ്റൊരു മുതലേതാ ഇവിടെ പ്രത്യേകം സൂക്ഷിച്ച് നോക്കിയാൽ നല്ലൊരു. This is Indian Sundarban. You can see the line here in yellow color. This is an imaginary line. It's a border between India and Bangladesh. Oh, yellow line. Yes, it's an imaginary line, not a permanent line. We think that middle of the river it's ours and that is there. So it is the parts, it's the deep green area, it is the forest area. But these are also in the Sundarban. These are also delta area, but it is populated area. These are populated area, that's why these are in white color. But these colors, you can see this one and this one is the different green. This is the area that is the different part of the forest and it is the different part. It is the biosphere reserve. These are called biosphere reserve and this is called tiger reserve. So these all are island. They are surrounded by water and these places is no man's land. No tribals are here and it is the place that is the 1/3 part of the Sundarban in spreaded about it. In this locality area there are 54 island and in this area 48 island which are not populated. There's no man's land. Okay, so now we are going to move on. We are now here and we will go to the next camp, সজনেখালি, and after that roaming all these parts we will come to Dobaki. It is our end point journey of the forest and then we will return to Pakhiralai. Okay. No entry to Matia or No, this no Guasaba. We cannot go to Guasaba. These are core area. This forest is divided in 3 parts. One is core area that is totally restricted. Only departments are allowed. After that buffer area where the fishermen, crab collectors and honey collectors are allowed. And third part is the sanctuary area where only tourism is allowed. And we will move around the little bit part of the Sundarban of sanctuary area. Okay, and the sanctuary area is also vast. Okay, now we can move. സുന്ദർബാൻ ഡെൽറ്റയിലെ അവസാനത്തെ ഇൻഹാബിറ്റഡ് ഐലൻഡ് ആണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസം. ഏതാണ്ട് 26,000 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന മനോഹരമായ ഡെൽറ്റയാണ്. ബ്രഹ്മപുത്ര, ഗംഗ തുടങ്ങി ധാരാളം നദികൾ തള്ളിക്കൊണ്ടുവരുന്ന എക്കൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന അതിമനോഹരമായ ദ്വീപ സമുച്ചയങ്ങൾ കൂടിയാണ് ഈ സുന്ദർബാൻസ്. ചായയുടെ സമയമായിട്ടുണ്ട്. ഇവിടെ ചായ സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ മൊത്തം പാക്കേജാണ് തരുന്നത്. ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം അടങ്ങിയ, അതിനിടയ്ക്ക് സ്നാക്സ്, ടീ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പാക്കേജാണ് നമുക്ക് തരുന്നത്. ബോട്ട് അടക്കം നമ്മളെ കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന് തിരികെ കൊണ്ടുപോകാൻ ഒരാൾക്ക് 2,800 രൂപയാണ് ഈടാക്കുക. അതാ ഒരു ടൈഗർ, സുന്ദർബാൻസിൽ മാത്രം കാണുന്ന ഏഷ്യാറ്റിക് ടൈഗർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബംഗാൾ ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന ടൈഗറാണ്. അപൂർവമായി കാണുന്ന കാഴ്ചകളാണ്. വലിയ ജലാശയങ്ങളാണ്. ഏതാണ്ട് 26,000 സ്ക്വയർ കിലോമീറ്ററിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള 10,000 സ്ക്വയർ കിലോമീറ്റർ, അതിൽ തന്നെ വളരെ ചെറിയ ഭാഗം മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുള്ള ചെറിയൊരു ഭാഗം, ഉള്ളിലേക്ക് പ്രവേശനമില്ല. കൂടുതൽ ഉള്ളിലേക്കൊക്കെ തന്നെ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ നദികളൊക്കെ ഉണ്ടാക്കുന്ന വലിയ വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും ഒക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ കണ്ടൽ ചെടികളാണ്.
ലോകത്തുള്ള 111 സ്പീഷീസിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കണ്ടൽ ചെടികളിൽ 84 എണ്ണവും ഈ പ്രദേശത്ത് കാണാം, ഈ സുന്ദർബാൻസിൽ. ഈ സുന്ദർബാൻ എന്ന പേര് തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സുന്ദരി എന്ന ചെടി. നോക്കൂ, ഇവിടെ പൂത്തിരിക്കുന്ന കണ്ടൽ ചെടികളാണ്. പലതരം കണ്ടൽ ചെടികൾ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാനുണ്ട്. ഈ സുന്ദരിയുടെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുന്ദരി എന്ന് പറയുന്ന കണ്ടൽ ചെടിയിൽ നിന്നാണ് സുന്ദർബാൻസ് എന്ന പേര് തന്നെ കിട്ടിയിരിക്കുന്നത്. വിവിധ തരം കണ്ടൽ ചെടികൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ വേരുകളുടെ പ്രത്യേകതകൾ ഇതൊക്കെ നമ്മുടെ ഗൈഡ് പ്രത്യേകമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. പലതരം പൂത്തതും പൂവുകൾ, പലതരം പൂക്കൾ, വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തെ ഈ സാങ്ച്വറിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. നോക്കൂ, ഈ ഞണ്ടുകൾ തന്നെ, ഇവിടുത്തെ ഞണ്ടുകൾ പല നിറത്തിലുള്ള ചുവന്ന ഞണ്ടിനെ നമുക്ക് ഇപ്പോൾ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചുവന്ന ഞണ്ടിനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അത് ചുവന്ന നിറത്തിലാണ്. അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള ഞണ്ടുകളെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് മറ്റൊരു ചെടിയാണ്. നോക്കൂ, ഫ്രൂട്ട്സ്, ഈ കണ്ടൽ ചെടികളുടെ ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. ഇനി നോക്കൂ, ഇവിടെയും ഞണ്ടുകളുടെ മഞ്ഞ നിറത്തിലുള്ള ഞണ്ടുകളാണ് ഇവിടെ കാണാനുള്ളത്. മഞ്ഞ നിറത്തിലുള്ള ഞണ്ടുകളെ കാണാം. അതോടൊപ്പം നീലയും. നോക്കൂ, ബ്ലൂ കളേർഡ് ക്രാബ്സിനെ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് 3 kinds ഓഫ് ക്രാബ്സ് നമുക്ക് ഇവിടെ കണ്ടു. റെഡ്, യെല്ലോ, ഇപ്പോൾ ബ്ലൂ കളേർഡ് ക്രാബ്സും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ വൈവിധ്യങ്ങളുടെ വലിയൊരു കലവറയാണ് ഈ സുന്ദർബാൻസ്. ജീവജാലങ്ങൾ, അതേപോലെ തന്നെ പക്ഷി മൃഗാദികളുടെ ഒക്കെ തന്നെ, അതേപോലെ ഈ ചെടികളൊക്കെ തന്നെ. നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ ജലാശയത്തിലൂടെ കൊണ്ടുപോവുകയാണ്. 8 മണിക്കൂർ സമയം നമുക്ക് ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയും. അല്പം വേലിയേറ്റത്തിൻ്റെ സ്വഭാവം ഇപ്പം കണ്ടുവരുന്നുണ്ട്. വെള്ളം കൂടി വരുന്നുണ്ട് ഇടയ്ക്ക്. എല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. ഇവിടെ നോക്കും, അതിൽ ക്രോസ് ചെയ്തത് ഇത് കടുവയുടെ ക്രോസിംഗ് ആണ് അവിടെ. മനോഹരമായ കാഴ്ചകളുമായിട്ടാണ് ഈ ബോട്ടിങ് സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ അപൂർവത. വിവിധ തരം ചെടികൾ, ഫ്രൂട്ട്സ്, ഒരു കണ്ടൽ ചെടിയുടെ ഫ്രൂട്ടാണത്. വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും ഈ പ്രദേശത്തെ പശ്ചിമ ബംഗാളിനെയും ആസാമിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ കണ്ടൽ കാടുകളാണ്. അതേപോലെ ബംഗ്ലാദേശിനെ സംരക്ഷിക്കുന്നത് ഈ കണ്ടൽ കാടുകളാണ്. അപ്പോൾ അവയെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിലും ഇത്തരം കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങിയേ പറ്റുള്ളൂ. ഇവിടെയുള്ള നദികൾ, പ്രധാനപ്പെട്ട നദികളൊക്കെ തന്നെ ഈ പ്രദേശത്ത് വരുന്നത് ഗംഗാനദി, അതിൻ്റെ ഹൂഗ്ലി ബ്രാഞ്ച് ഈ ഭാഗത്തേക്ക് ഡെൽറ്റയിലേക്കാണ് വരുന്നത്. അതേപോലെ ബ്രഹ്മപുത്ര, അതേപോലെ മേഘ്ന നദി, ഇവയൊക്കെ മറ്റൊരു കടുവയും കൂടെ നമുക്കിപ്പോൾ അവിടെ ലോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 8 മണിക്കൂർ സഞ്ചാരത്തിനിടയ്ക്ക് കടുവയുടെ പ്രത്യേകത തന്നെ അവ 20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെയാണ് കാണുന്നത്. നാം അത്രയും ദൂരം രാവിലെ തൊട്ട് സഞ്ചരിക്കുന്നുണ്ട്. പല ഭാഗത്തായിട്ട് സാന്ദർഭികമായിട്ട് നമുക്ക് പല കാഴ്ചകളും ഈ കാട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷി മൃഗാദികളൊക്കെ തന്നെ നമുക്ക് കാണാനുള്ള അസുലഭമായ അവസരമാണ് ഈ കണ്ടൽക്കാട്ടിൽ സുന്ദർബാൻസിൽ നമുക്ക് ലഭിക്കുന്നത്. അവയൊക്കെ തന്നെ കാഴ്ചക്ക് നമുക്ക് കാണാൻ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത കാഴ്ചകളാണ് പലപ്പോഴും നമുക്ക്. ഒരു യാത്രയിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കാഴ്ചകൾ കിട്ടും, ചിലർക്ക്
കിട്ടാതിരിക്കുന്ന ദുരനുഭവമുണ്ട്. അപ്പോൾ വീണ്ടും സഞ്ചരിക്കേണ്ടി വരും ഇത്തരം അനുഭവങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മേഘ്ന നദി ഈ നമ്മുടെ ഈ സുന്ദർബാൻസിലേക്കാണ് എത്തിച്ചേരുന്നത്. അതേപോലെ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ ഹൂഗ്ലി നദി, മെറ്റല നദി, അതേപോലെ തന്നെ ബദ്യധാരി നദി, അതേപോലെ സപ്തമുഖി നദി തുടങ്ങി ധാരാളം നദികൾ, 1 ഡസനോളം നദികളാണ് ഇവിടത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവ ഉണ്ടാക്കുന്ന വലിയ പ്രകൃതി പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ കണ്ടൽക്കാടുകളാണ്. ഇവ കൊണ്ടുവരുന്ന എക്കലിൽ നിന്നാണ് ഈ വലിയ ദ്വീപുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും ഇവിടെ ഇറങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇവിടെ നിന്ന് ദോബാങ്കി ക്യാമ്പ് എന്ന് പറയുന്ന ഈ പ്രദേശത്തൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് കമ്പിവേലിയിട്ട് പുറത്ത് ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഈ കമ്പിവേലിക്കകത്ത് നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണാനുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള പുറപ്പാടാണ്. ഇവിടെ ഒരു നല്ലൊരു തേൻകൂട്, തേനോ കടന്നലോ രണ്ടിലൊന്നിൻ്റെ കൂടാണ്. തേനാണ്. അപ്പോൾ തേനീച്ചയുടെ കൂടാണ്. അപ്പോൾ ഇവിടെ ധാരാളം വൈവിധ്യമുള്ള ചെടികൾ. അപ്പോൾ നോക്കൂ, ചുവന്ന ഞണ്ടുകളുടെ വലിയൊരു കൂട്ടാണ്. 100 കണക്കിന് 1000 കണക്കിന് ഞണ്ടുകളാണ് വിശാലമായിട്ട് കാണുന്നത്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതമായ ഗ്യാപ്പേ ഇവിടെ ലഭിക്കുന്നുള്ളൂ, ദൂരോട്ട് കാണിക്കാൻ കഴിയുന്നില്ല. എങ്കിലും 100 കണക്കിന് ഞണ്ടുകൾ, ചുവന്ന മനോഹരമായ ഞണ്ടുകളെ ഇവിടെ കാണാം. ഈ ധാരാളം ജീവജാലങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയും. എല്ലാം നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ അപൂർവമായേ സാധിക്കുന്നുള്ളൂ. ഈ ചെടികളൊക്കെ തന്നെ പലതരം ഫ്രൂട്ട്സ്, നോക്കിയ കായകൾ, പലതരം കായകളാണ്. ഇത് നമ്മുടെ ഈ മുരിങ്ങക്കായ പോലത്തെ ഒരു തരം കായയാണ്. ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ല. ഇവിടെ ഞണ്ടുകൾ നിരന്ന് നിൽക്കുകയാണ്, ഈ ചുവന്ന ഞണ്ടുകൾ. അപ്പോൾ ഇവയൊക്കെ തന്നെ ട്രൈബൽസ് പലപ്പോഴും ഈ ഞണ്ടുകളെയൊക്കെ പിടിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ മാനുകൾ. നമുക്ക് ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ, സൂം ചെയ്ത് നോക്കിയാൽ മാനുകൾ ഇവിടെ കിടക്കുകയാണ്, പുള്ളിമാനുകൾ. ഇതൊക്കെ തന്നെ ഇവിടെ മാത്രം കാണുന്ന പ്രത്യേക ഇനങ്ങളാണ്. ഈ പുള്ളിമാനൊക്കെ തന്നെ ഈ പ്രത്യേകമായ ജീവജാലങ്ങൾ. അതേപോലെ അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നല്ല കണ്ടൽക്കാടുകൾ പരന്ന് കിടക്കുകയാണ്. അവിടെ ഒരു നോക്കൂ, ഒരു ക്രൊക്കഡൈൽ അവിടെ നോക്കിയാൽ, ഈ ഉപ്പ് വെള്ളത്തിലുള്ള ക്രൊക്കഡൈൽ ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ്. ലോകത്ത് മറ്റെവിടെ ഇത് ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ ഈ ഉപ്പ് വെള്ളത്തിലെ ക്രൊക്കഡൈലിനെ നമുക്ക് പ്രത്യേകമായിട്ട് നോക്കുക, നീ വെള്ളത്തിലേക്ക് പോയി. അതേപോലെ ഈ പ്രത്യേകമായ ഫ്രൂട്ട്, ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷ്യയോഗ്യമായ അപൂർവം കായ്കനികളിൽ ഒന്നാണ്. ഈ നമ്മുടെ ഇവിടുത്തെ കണ്ടൽ ചെടികളിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടുകളിൽ ഭക്ഷ്യയോഗ്യമായ ഒരു ഇനമാണിത്. നമ്മൾ വന്ന് കഴിഞ്ഞ് ബോട്ടിലേക്ക് ആളുകളെ തിരിച്ച് കയറ്റുകയാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് पकड़ते हैं मेरा दीजिए एक पकड़ते हैं सॉरी फिश वेज नॉन वेज सब चाहिए ഭക്ഷണം കെട്ടിയിരിക്കുന്നു. നല്ല പ്രോൺസ് ഉണ്ട്, നല്ല മത്സ്യം എല്ലാം ഉള്ള നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് ഈ ബോട്ടിൽ വിതരണം ചെയ്യുന്നത്. നമുക്കിരുന്ന് മെല്ലെ ഇവിടെ നിന്ന് കഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ആദ്യം മത്സ്യമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. Steamed ilish. This one. Yeah. This is malai curry. Prawn malai curry. This one is oriental ilish. Yes. Yeah. And this one is the chips. Potato chips and dal. And there after that you will get Hello. Chutney and papad. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. മെല്ലെ തുടങ്ങാം. നല്ല രുചികരമായ ഫുഡാണ് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. ഏതായാലും സന്തോഷമാണ്. അത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഭക്ഷണം കഴിച്ചു, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ഈ മനോഹരമായ തീരത്തുകൂടെയുള്ള യാത്രയാണ്. ബോട്ടിൽ നിറയെ ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. നമുക്ക് ആകെ 2-3
4 ലൈഫ് ജാക്കറ്റ് മാത്രമേ ബോട്ടിലുള്ളൂ. യാത്ര എത്ര മടുക്കാത്ത യാത്രയാണ്. കാരണം ഓരോ പ്രദേശവും ഓരോ തരത്തിലാണ്. വിവിധ നദികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു ദിവസത്തെ യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഈ ബോട്ടിൽ കയറി 8 മണിക്കൂർ സമയം ഈ സുന്ദർബാൻസിലൂടെ എല്ലാം കണ്ടുകൊണ്ട് ധാരാളം ജീവജാലങ്ങളെ കണ്ടു. 84ഓളം സ്പീഷീസിലുള്ള കണ്ടൽ കാടുകൾ, ചെടികൾ ഈ സുന്ദർബാൻസിലുണ്ട്. 8 മണിക്കൂർ യാത്ര പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവസാനിക്കുകയാണ്. വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ഇന്ന് പൂർത്തിയാവുന്നത്. സന്തോഷകരമായ ഇവിടെ വന്നാൽ ആളുകൾക്ക് കൊൽക്കത്തയിലേക്ക് ട്രെയിനിൽ വന്നാൽ അവിടെ നിന്ന് ടൂർ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ടാൽ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 2800 രൂപ കൊടുത്താൽ വന്ന് എല്ലാം പൂർത്തീകരിച്ച് ഭക്ഷണം അടക്കം കഴിച്ചുകൊണ്ട് നല്ല മത്സ്യക്കറിയും ഊണും എല്ലാം കഴിച്ച് പൂർത്തീകരിച്ച് വൈകുന്നേരം തിരിച്ചു പോകാം. 2 ദിവസത്തെ പാക്കേജും ഇവരൊക്കെ കൊടുക്കുന്നുണ്ട്. 3500 രൂപയ്ക്കാണ്. പേശിയാൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നേരിട്ട് വന്നാൽ ഇവിടെ 2000 രൂപ കൊടുത്താൽ ബോട്ടിങ്, ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമായി സുന്ദർബാൻസ്, പ്രത്യേകിച്ച് ഈ ബ്രഹ്മപുത്ര, ഗംഗാ നദികൾ തള്ളിക്കൊണ്ട് ധാരാളം നദികൾ ഈ പ്രദേശത്ത് തള്ളി കൊണ്ടുവരുന്ന എക്കൽ മണ്ണുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഈ സുന്ദർബാൻസ്, ധാരാളം ദ്വീപ സമൂഹങ്ങൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ മനോഹരമായ പ്രദേശം 26,000 സ്ക്വയർ കിലോമീറ്റർ, അതിൽ 10,000ഓളം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിലാണ്, അവശേഷിക്കുന്നത് ബാംഗ്ലാദേശിലാണ്. ഇതൊക്കെ കണ്ട് തിരിച്ചു പോകാം. നല്ലൊരു അനുഭവമാണ്. ഇവിടെയുള്ള ഏഷ്യാറ്റിക് ടൈഗേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുതലകളുണ്ട്, ധാരാളം ജീവജാലങ്ങൾ, ക്രാബ്സ്, പല കളറിലുള്ള ക്രാബ്സിനെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും എല്ലാവരും വന്ന് ആസ്വദിക്കണം. ജീവിതത്തിൽ ഇതൊക്കെ വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ്, പഠനാർഹമായ അനുഭവങ്ങളാണ്. എല്ലാവരെയും വരാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസം യാത്ര പൂർത്തിയാകുമ്പോൾ വലിയ ദുഃഖം തോന്നുകയാണ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഇത് തീരുകയാണല്ലോ എന്നുള്ള ഒരു സങ്കടമാണ്. വളരെ അത്രയ്ക്ക് സുന്ദരമായ യാത്രയായിരുന്നു. നമ്മുടെ ബോട്ട് പതുക്കെ കരക്ക് അടുക്കുകയാണ്. ഈ യാത്ര വളരെ സുന്ദരമായ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. ഇവിടെ ഈ സുന്ദർബാൻസിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത്. എല്ലാവരും വരണം, കാണണം. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.